ജാപ്പനീസ് ബ്രിട്ടീഷ് നോവലിസ്റ്റ് കസുവോ ഇഷിഗുറോൻ്റെ പുസ്തകമാണ് ദി റിമൈൻസ് ഓഫ് ദി ഡേ, ഒരു ദിവസത്തിൻ്റെ ബാക്കി പത്രം. ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് സ്ഥിരം ഇങ്ങനെ വരാറുണ്ടായിരുന്നു മെർച്ചൻ്റ് ഐവറിൻ്റെ ഒരു സിനിമ. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അതിലെ മെയിൻ ക്യാരക്ടർ ആൻ്റണി ഹോപ്കിൻസ്. അത് ഓർമ്മ വന്നോട് കൂടിയിട്ട് ഇതിലെ മിസ്റ്റർ സ്റ്റീവൻസ് ഉള്ള മെയിൻ ക്യാരക്ടർ ആൻ്റണി ഹോപ്കിൻസ് അല്ലാണ്ട് വേറൊരാളെ അതിൽ കാണാനും പറ്റുന്നില്ല. ബട്ട് ഇറ്റ് വാസ് എ ഇൻട്രസ്റ്റിംഗ് റീഡ് ഹാവിങ് ദിസ്. ഇയാളുടെ ആൻ്റണി ഹോപ്കിൻസിൻ്റെ ആ ഒരു ഫിഗർ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്യാരക്ടറിൽ കൂടെ പോകാൻ ഭയങ്കര രസമായിരുന്നു. മാത്രമല്ല ഇതൊരു നൊബേൽ പ്രൈസ് ജേതാവായ എഴുത്തുകാരനും കൂടിയാണ്. എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബട്ട്ലറുടെ കഥയാണ്. ബട്ട്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നടത്തുന്ന ആൾ, ഒരു വലിയ വീടും വലിയ ബംഗ്ലാവും ഒക്കെ. അപ്പോൾ ധാരാളം അങ്ങനത്തെ ബംഗ്ലാവുകളുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് മേൽനോട്ടം ഈ ബട്ട്ലർക്കാണ്. അവിടുത്തെ ഫുഡ്, ഗസ്റ്റ് വരുന്നത്, ഗസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെയുള്ളൊരു ബട്ട്ലറാണ്. അപ്പോൾ അയാൾക്ക് പ്രായമായിട്ടുണ്ട്. അയാൾക്ക് ഒറ്റയ്ക്ക് വീട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മുമ്പ് അവിടെ ജോലി എടുത്തിരുന്ന ഒരു സ്ത്രീ മിസ് കെൻറ്റണിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഒരു 3 ദിവസം ഇയാൾ യാത്ര ചെയ്തിട്ട് അവരോട് പറഞ്ഞ് അവരെ തിരിച്ച് ഇവിടെ ജോലിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇംഗ്ലീഷ് കൺട്രി സൈഡ് കൂടി ഒരു യാത്രയാണ്. അപ്പോൾ ഇയാൾ ഇപ്പോഴത്തെ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഒരാളാണ്. പക്ഷേ ഇയാൾ കുറേ കാലമായിട്ട് ആ വീട്ടിൻ്റെ മേൽനോട്ടം നടത്തിയിട്ടുണ്ട്. ഇയാളുടെ അച്ഛനൊരു ബട്ട്ലറായിരുന്നു. അപ്പോൾ പല ഓണേഴ്സ് വീടിനുണ്ടെങ്കിലും ബട്ട്ലർ ഇയാളായിട്ട് തന്നെ തുടരുക. അപ്പോൾ ഇയാൾക്ക് കുറേ ഹിസ്റ്ററി ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇയാളുടെ ഈ യാത്രേൻ്റെ ഭാഗമായിട്ട് മിസ് കെൻറ്റണിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രേൻ്റെ ഭാഗമായിട്ട് ഇയാൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ആ സമയത്ത് തന്നെ ഇയാൾ റിഫ്ലക്റ്റ് ചെയ്യും. ഇയാളുടെ ബട്ട്ലർ ജീവിതത്തെക്കുറിച്ച് ഇയാൾ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ മുൻപുണ്ടായിരുന്ന ബോസ്, അതായത് അയാളുടെ ആ വീടിൻ്റെ മുൻപത്തെ ഓണർ, അവിടെ ഉണ്ടായിരുന്ന പാർട്ടികൾ, ആ പാർട്ടികളിൽ ആൻറ്റിസെമറ്റിക് ആയിട്ടുള്ള, അതായത് ജൂതന്മാരോട് എതിർപ്പുള്ള ആൾക്കാരവിടെ വരുന്നത്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളിൽ ഇയാളുടെ ഒപ്പീനിയൻ എന്താണ്, ഇയാൾ ഏത് സൈഡിൽ നിൽക്കണം, ഇയാളുടെ ശരി എന്താണ്, തെറ്റാണ്, ഇയാൾ കേൾക്കും ഒന്നും മിണ്ടരുത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലൂടെ ഒരു ബട്ട്ലറിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു കണ്ണാടി കാണിക്കുന്നുണ്ട്. എ വ്യൂ ഇൻ ടു ദ ലൈഫ് ഓഫ് എ ബട്ട്ലർ. അത് കൂടാതെ ഇയാളുടെ അച്ഛൻ ബട്ട്ലർ കുറേ കാലം കഴിഞ്ഞപ്പം ഇയാൾ വർക്ക് ചെയ്യുന്നതേ വീട്ടിൽ ഇയാളുടെ കീഴിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാൾ മിസ് കെൻറ്റണുമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇയാളുടെ ചില കോൺവെർസേഷൻസ്. ഗംഭീര പുസ്തകമാണ്. നിങ്ങൾക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വായിക്കണം. ദ റിമൈൻസ് ഓഫ് ദി ഡേ.